അതിൻ്റെ ഒരു തുടർച്ചയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100ാം വാർഷികം അത് ഈ വരുന്ന 2026 ഫെബ്രുവരി ആദ്യവാരത്തിൽ നടത്തപ്പെടുകയാണെന്നുള്ള കാര്യം നമുക്കൊക്കെ അറിയാം. കാസർഗോഡിനടുത്ത് കുനിയ എന്ന് പറഞ്ഞ പ്രദേശത്താണ് നടത്തപ്പെടുന്നത്. അപ്പോൾ അത് പരാജയപ്പെടുത്താൻ ആരും ശ്രമിക്കരുത്, അതാണ് ദയവായിട്ട് പറയാനുള്ളത്. അത് ഞാൻ പറഞ്ഞ ആര് പരാജയപ്പെടുത്തിയാലും അത് പരാജയപ്പെടൂല. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹാന്മാർക്കുള്ള ഹിജാബ് ബർക്കത്തുകൊണ്ട് അതിനെ കാത്തുരക്ഷിക്കും. പിന്നെ ആരെങ്കിലും എവിടെന്നെങ്കിലും പറയുന്നത് കേട്ടിട്ട് അതിൻ്റെ തഹയ്യയിലേക്കൊക്കെ ആരെങ്കിലും പിരിവെടുക്കുന്നത് ഇല്ലാതാകും വേണ്ട. ഈ പിരിവ് കിട്ടട്ടെ കിട്ടാതിരിക്കട്ടെ, എങ്ങനെയായിരുന്നാലും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സമ്മേളനം നടക്കും. അതിനാവശ്യമാവുന്നതായ ചെലവുകളൊക്കെ ജനങ്ങൾ വഹിക്കുകയും ചെയ്യും. അപ്പോൾ അത് പിരിവ് പിന്നെ കൊടുത്താൽ മതി, പിന്നെ കൊടുക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ടല്ലോ ചിലർ. അതൊക്കെ അപശബ്ദങ്ങളാണ്. അതത് അറിയിക്കണ അവജ്ഞയോട് കൂടി എല്ലാവരും തള്ളിക്കളയും. അപ്പം അതുകൊണ്ട് ഈ പിരിവ് ഇവിടെ നടത്തപ്പെട്ട് ഈ പിരിവോട് ഉദ്ദേശിക്കപ്പെടുന്നത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഭരണഘടനയിൽ പരാമർശിക്കപ്പെട്ട ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിർവഹിക്കപ്പെടണോ വേണ്ടേ എന്നുള്ളത് നിങ്ങൾ തീരുമാനിച്ചാൽ മതി. പിരിവ് കൊടുക്കണ്ടെന്ന് പറയുകയാണെങ്കിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഭരണഘടനയിൽ പറയപ്പെട്ട ആ കാര്യങ്ങളൊന്നും ഇവിടെ നടത്തണ്ടെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പം അത് നടത്തപ്പെടേണ്ടതാണോ, അത് നടപ്പിലാക്കപ്പെടേണ്ടതാണോ, അതിന് വേണ്ടി പണം ചെലവഴിക്കപ്പെടേണ്ടതാണോ അല്ലേന്നൊക്കെ ജനങ്ങൾ തീരുമാനിക്കണം. അപ്പോൾ ഏതായാലും അതിൻ്റെ ആ തഹയ്യ ആപ്പ് അത് പിരിവ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോ മദ്രസകളിൽ നിന്നിട്ടും ഓരോ പള്ളിയിൽ നിന്നിട്ടും ഒക്കെ ബന്ധപ്പെട്ടവർ ഇവിടെ ഈ മദ്രസ പിരിക്കാൻ പറ്റൂല, അല്ലെങ്കിൽ ഈ പള്ളിയിൽ നിന്ന് പിരിക്കാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ സ്നേഹിക്കുന്നവരുണ്ടാക്കിയ പള്ളി മദ്രസകളൊക്കെയാണ്. അത് മനസ്സിലാക്കണം. ആ സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് വേണ്ടി സ്ഥാപിക്കപ്പെട്ട സ്ഥാപനങ്ങളാണ്. അപ്പം അതിൽ ഓരോ ഭരണകർത്താക്കളെ ജനങ്ങൾ തിരഞ്ഞെടുക്കും. ആ ഭരണകർത്താക്കൾ അതിൻ്റെ യഥാർത്ഥ നിലപാടിൽ കൂടി നിന്ന് പോയിട്ടില്ലെങ്കിൽ ജനങ്ങൾ അത് വേണ്ടതുപോലെ അതിൻ്റെ സ്ഥാനത്ത് വേറെ കമ്മിറ്റികളും കൊണ്ടുവരും. അപ്പം ഉസ്താദന്മാരെ പിന്നെ പള്ളിയിൽ നിന്ന് പിരിച്ചുവിടാൻ ശ്രമിക്കുക. ഉസ്താദന്മാരെ എതിരെ വിമർശനങ്ങളോ അല്ലെങ്കിൽ ഭീഷണികളായിട്ട് സമസ്തൻ്റെ